യൂറോപ്യൻ സ്പേസ് ഏജൻസിയുമായി സഹകരണ കരാറിൽ ഒപ്പിട്ട് ഇന്ത്യൻ ബഹിരാകാശ ഏജൻസിയായ ISRO ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥനും ESI ഡയറക്ടർ ജനറൽ ഡോക്ടർ ജോസഫ് ബാച്ചറുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. ബഹിരാകാശ യാത്രികരുടെ പരിശീലനം, മിഷൻ നടപ്പിലാക്കൽ, ഗവേഷണ പരീക്ഷണങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലെ സഹകരണം എന്നിവയ്ക്കാണ് കരാറിൽ ഏജൻസികൾ ഒപ്പുവച്ചിരിക്കുന്നത്. ചുരുക്കത്തിൽ ബഹിരാകാശ രംഗത്ത് കൂടുതൽ യോജിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയാണ് ലക്ഷ്യം. കരാർ അനുസരിച്ച് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ സൗകര്യങ്ങൾ ഉപയോഗിച്ച് ബഹിരാകാശത്തെ മനുഷ്യന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ഗവേഷണവും ബയോമെഡിക്കൽ ഗവേഷണ പരീക്ഷണവും ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസ പരിപാടികളും സംഘടിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് ISRO പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. കൂടാതെ ISROയുടെ പ്രധാന ഭാവി പദ്ധതികളിലൊന്നായ BAS അഥവാ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷന്റെ വിഭാവനത്തിലും യൂറോപ്യൻ സ്പേസ് ഏജൻസിയുമായുള്ള സഹകരണം ഗുണം ചെയ്യുമെന്നാണ് സൂചന. ഇന്ത്യയുടെ സ്വന്തം ബഹിരാകാശ നിലയമാണ് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ. മുൻപ് ISROയുടെ കൊമേഴ്ഷ്യൽ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും സഹകരിച്ച് നടത്തിയ ദൗത്യമായിരുന്നു പ്രോബ 3. സൂര്യന്റെ അന്തരീക്ഷത്തിൽ ഏറ്റവും ബാഹ്യഭാഗത്തുള്ളതും ചൂടേറിയതുമായ കൊറോണയെക്കുറിച്ച് പഠിക്കുകയാണ് പ്രോബ 3യിലെ 2 കൃത്രിമ ഉപഗ്രഹങ്ങളുടെ ലക്ഷ്യം. ബഹിരാകാശത്ത് കൃത്രിമമായി സൂര്യഗ്രഹണം സൃഷ്ടിച്ചാണ് സൂര്യനെക്കുറിച്ച് പഠിക്കുക. ഈ ദൗത്യത്തിന് ശേഷമാണ് ഇപ്പോൾ പുതിയ കരാറിൽ ISROയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയുമായി സഹകരണ കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. നേരത്തെ സ്വകാര്യ അമേരിക്കൻ ബഹിരാകാശ കമ്പനിയായ സ്പേസ് എക്സുമായി ISRO കരാറിൽ ഒപ്പുവെച്ചിരുന്നു. ഇരു കൂട്ടരും തമ്മിലുള്ള ആദ്യത്തെ വാണിജ്യ സഹകരണമായിരുന്നു ഇത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കീഴിൽ ശതകോടീശ്വരനായ വ്യവസായി എലോൺ മസ്ക് സുപ്രധാന സ്ഥാനം വഹിക്കുമെന്ന വാർത്ത വന്നതിന് പിന്നാലെയായിരുന്നു പുതിയ തീരുമാനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവന്നത്. കൂടാതെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ഒരു ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരിയെ അയക്കുന്നതിനായി US ആസ്ഥാനമായുള്ള കമ്പനിയുമായി രാജ്യം പ്രത്യേക കരാറും ഒപ്പുവെച്ചു. ബഹിരാകാശ രംഗത്ത് ഇന്ത്യ കരുത്തുകൂട്ടാൻ ലക്ഷ്യമിടുന്നതിന്റെ ഭാഗമായാണ് ഈ കരാറുകളെല്ലാം. ബഹിരാകാശ പര്യവേഷണത്തിൽ ISROയുടെ വർദ്ധിച്ചുവരുന്ന പങ്ക് ഇതോടെ കൂടുതൽ വ്യക്തമാവുകയാണ്.